തൃശൂരിലെ CPIM അക്കൗണ്ടുകളിൽ 99% വെളിപ്പെടുത്താത്തതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിൽ പറയുന്നു. പാർട്ടി അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പും നിരീക്ഷിക്കുകയാണ്. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടിയെടുക്കാനാണ് നീക്കം. കരുവന്നൂരിന് സമാനമായി കേരളത്തിലെ 12 ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടന്നു. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPIMന്റെ പ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിന്റെ വിവരങ്ങൾ 24-ന് കിട്ടി. 24 എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിൽ മാത്രം CPMന് 81-ലധികം അക്കൗണ്ടുകൾ. ഇതിൽ 99% വെളിപ്പെടുത്താത്തത്. 90-ലധികം ഇടങ്ങളിൽ പാർട്ടിക്ക് വസ്തുവകകൾ. ഇങ്ങനെ നീളുന്നു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിലെ വിവരങ്ങൾ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കലും നിയന്ത്രിക്കുന്നത് CPMന്റെ രാഷ്ട്രീയ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയാണെന്നും കത്തിലുണ്ട്. CPMലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃത വായ്പ അനുവദിച്ചെന്ന് കണ്ടെത്തിയെന്നും ED വ്യക്തമാക്കുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കത്ത് കൈമാറി. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടി നടത്താനാണ് നീക്കം. കേരളത്തിലെ മറ്റു 12 ബാങ്കുകളിൽ കൂടി കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നെന്ന വിവരവും കത്തിലുണ്ട്. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPMന്റെ പ്രവർത്തനമെന്നും നാട്ടുകാർ തെരഞ്ഞെടുപ്പിന് സമയത്ത് പണം തരുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചിലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ED വീണ്ടും ചോദ്യം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് വർഗീസ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയാം. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം CPM ആരംഭിച്ചു. പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട്. EDക്ക് പിന്നാലെ പാർട്ടി അക്കൗണ്ടുകളിൽ മേൽ ആദായനികുതി വകുപ്പും പിടിമുറുക്കുകയാണ്. ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ ആദായനികുതി വകുപ്പ് പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് തന്നെയാണ് സാധ്യത. വിനീത VG, 24, കൊച്ചി.